ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരള സ്റ്റൈലുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഇവിടെ ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ബീഫ് നമ്മളൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഞാൻ മുളക് പൊടി കുറച്ചെടുത്തിട്ട് കുരുമുളക് പൊടി കൂടുതലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വിസിൽ വന്നതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മളിത് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല, ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ: 2 സവാള സ്ലൈസ് ആക്കിയത്, 2 തക്കാളി പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്, 2 വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഞാനത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ബീഫ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നമുക്കത് വഴറ്റി കൊടുക്കാം. വറ്റൽമുളക് അതിന് മുമ്പ് ചേർക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. വറ്റൽമുളക് ഇപ്പോഴാണ് ചേർക്കുന്നത്. അതൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് സവാള ചേർത്ത് വീണ്ടും വഴറ്റാം. സവാളയോടൊപ്പം തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ മസാലയിലോട്ട് വേണ്ട ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇപ്പോഴന്നെ ചേർത്ത് കൊടുക്കുന്നത് സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീഫിനകത്ത് ഉപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കാൻ. അതിനകത്ത് കുറവാണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വേണ്ട ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. ഉള്ളി വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വന്നാൽ നമുക്ക് ആ ബീഫിലുണ്ടായിരുന്ന ആ ഗ്രേവിയിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഈ തക്കാളിയിലോട്ട് ഒഴിച്ച് ഒന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. നമുക്കൊരു 5 മിനിറ്റ് അത് അടച്ച് വെച്ച് വേവിക്കാം. ഇനിയിപ്പോൾ തുറന്ന് വരുമ്പോൾ നമുക്ക് അതിലെ വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, ഉലുവയുടെ പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികളെല്ലാം ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ബീഫിൽ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. എരിവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ആ വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ 2 തണ്ട് കറിവേപ്പില വെച്ചൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഇതിലെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിനകത്തുള്ള വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് നമ്മൾ ബൺ പൊറോട്ടൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ബൺ പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ബീഫും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.